നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടതുപോലെ ഇന്ന് നാടൻ കോഴികളെ പറ്റിയുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ നാടൻ കോഴികളെ ഇഷ്ടപ്പെടുന്ന, നാടൻ കോഴികളെ മാത്രം വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നാടൻ കോഴികളെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നാടൻ കോഴിനെ കണ്ട ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കണം, നാടൻ കോഴിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് അധികം സൈസ് ഉണ്ടാവില്ല. ഒതുങ്ങിയ ശരീരമായിരിക്കും, നല്ല ഒരു ഷേപ്പിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ പൂവും താടൊക്കെ ഒരു മീഡിയം സൈസിലായിരിക്കും ഉണ്ടാവുക. പിന്നെ നാടൻ കോഴികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കളറിലും വരുന്നുണ്ട് കേട്ടോ. കറുപ്പിൽ, ചുവപ്പിൽ, തവിട്ട് നിറത്തിൽ ഒക്കെ വരുന്നുണ്ട്, വെള്ള നിറത്തിലൊക്കെ വരുന്നുണ്ട്. പിന്നെ നാടൻ കോഴി തന്നെ ഏറ്റവും പ്യുവറായിട്ടുള്ള ബ്രീഡ് കരിയില കേട്ടോ. കരിയില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60ൻ്റെ ഏറ്റവും പ്യുവർ ബ്രീഡാണ്. അതായത് ഈ ഉണങ്ങിയ ഇലകളുണ്ടല്ലോ, ഈ ഇലകളുടെ ഭാരം മാത്രമേ ആ കോഴികൾക്ക് ഉണ്ടാവുള്ളൂ. തീരെ വെയിറ്റ് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് കോഴിക്ക് ആരോഗ്യക്കുറവൊന്നും ഉണ്ടാവില്ല. നല്ല ഉയരത്ത് പറക്കും, ഒതുങ്ങിയ ശരീരമായിരിക്കും, ഏകദേശം ഒരു 10-12ഓളം മുട്ടകളിടും. അങ്ങനെയൊക്കെയാണ് ആ കോഴികൾ ഉണ്ടാവുക കേട്ടോ. പിന്നെ തുടക്കക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഒറ്റ നോട്ടത്തിൽ നാടനാണോ അല്ലേ നോക്കണമെങ്കിൽ അതിൻ്റെ കാല് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കാലിലൊക്കെ തൂവലൊക്കെ ഉള്ള കോഴികളുണ്ടെങ്കിൽ ക്രോസ് ആയിരിക്കും, അതൊരിക്കലും നാടനാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ നാടൻ കോഴിനെ വാങ്ങിക്കണമെങ്കിൽ തനി നാടൻ കോഴികളെ തന്നെ കിട്ടണമെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ബ്രീഡർമാരുടെ അടുത്ത് മാത്രം വാങ്ങുക. ഈ പെറ്റ് ഷോപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പോയി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു തനി നാടൻ എന്ന് പറഞ്ഞിട്ട് പക്കാ ക്രോസ് കോഴിനെയാണ് സെയിലിനിടുന്നത്. എല്ലാവരും അല്ല, ചില ആൾക്കാർ. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എന്നിട്ട് നാടൻ കോഴിനെക്കാട്ടി റേറ്റിലാണ് ഈ ക്രോസ് കോഴിനെ ഇടുന്നത്. ടൈറ്റിൽ തനി നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക്. അപ്പോൾ അതാരും ചോദ്യം ചെയ്യാനൊന്നും പോകില്ല ഗ്രൂപ്പിൽ. ഗ്രൂപ്പ് അഡ്മിന്മാരോ മറ്റു മെമ്പർമാരോ ഒന്നും പറയൊന്നുമില്ല. എന്താ വെറുതെ ഒരാളെ കച്ചവടം മുടക്കണ്ടല്ലോ എന്നുള്ള ഉദ്ദേശം കൊണ്ടാണോ, ഇനി അത് പറഞ്ഞാൽ നമ്മളോട് വേറുള്ളവർക്ക് വിരോധം ഉള്ളതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഞാൻ കാണലുണ്ട് ഒരുപാട്, എല്ലാത്തിനും തനിനാടൻ തന്നെയാണ് പറയുക. തനിനാടൻ കോഴികൾ എന്ന് പറഞ്ഞിട്ട് പക്ക ക്രോസ് കോഴിനെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ തുടക്കക്കാർ ഇതൊന്നും അറിയാതെ പോയി വാങ്ങും. അപ്പോൾ ആദ്യം തനിനാടൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ കാണുന്ന കോഴിൻ്റെയൊക്കെ കാലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ പെറ്റ് ഷോപ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടടലൊക്കെ തീർന്ന കോഴിനൊക്കെ ആയിരിക്കും ഒരുവിധ ആൾക്കാരൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളവിടെ വില കുറവിൽ കിട്ടുമ്പോൾ പോയി വാങ്ങി കൊണ്ടുവന്ന് പിന്നെ നമ്മളെ വീട്ടിലെത്തിയിട്ട് മുട്ടടാതാകുമ്പോഴാവും നമുക്കിത് എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ എന്നോട് ഒരു 2 സബ്സ്ക്രൈബർമാർ അത് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു നേക്കഡിനൊക്കെ പെടേണ്ട ഒരു കാര്യം ഒരാൾ ചോദിച്ചിട്ടുണ്ട്, വേറൊരു കോഴിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങി കൊണ്ടുപോകുമ്പോൾ കോഴിൻ്റെ പ്രായം അറിയില്ല, എന്താണെന്നൊന്നും അറിയില്ല, നാടനാണോ എന്ന് ശരിക്കും. നാടനെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാം വിൽക്കണം. എല്ലാം ഇപ്പോൾ തനിനാടൻ തന്നെ, എല്ലാം തനിനാടൻ. കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ കൊണ്ടു നോക്കുമ്പോഴാവും പിന്നെ അത് മുട്ടടാത്ത പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ഈ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കോഴികൾക്കാണ് അധികം അങ്ങനെ ഇതില്ല. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ലോണം അറിയുന്ന ആൾക്കാരോട് ആരുടെയും ചോദിച്ചിട്ട് മാത്രം വാങ്ങുക. അല്ലാതെ വലിയ റേറ്റ് കൊടുത്തിട്ട് പോയി ക്രോസ് കോഴിനെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നാടൻ കോഴികളുടെ മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു കോഴികളുടെ മുട്ടേൻ്റെ അത്ര വലിപ്പം ഉണ്ടാവില്ല കേട്ടോ. അതായത് ഒരു തീരെ വലിപ്പക്കുറവല്ല, ഒരു പാകം വലിപ്പത്തിലുള്ള മുട്ടകളായിരിക്കും നാടൻ കോഴികൾ ഇടുക. ഏകദേശം ഒരു 12 മുതൽ 13 വരെ മുട്ടകൾ ഇടും കേട്ടോ, നല്ലൊരു നാടൻ കോഴി. ഇനിയിപ്പോൾ ഒരു നാടനാന്ന് പറഞ്ഞിട്ട് ഒരു കോഴി 17-18 മുട്ടയൊക്കെ ഇങ്ങനെ ഇട്ട് പോവുകയാണ്, അവിടെ ഇരിക്കണമൊന്നുമില്ല. അപ്പോൾ എന്താണത് നാടൻ കോഴി അല്ല, അത് ക്രോസ് തന്നെ. പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ കോഴികളും നാടൻ കോഴികളാണെന്ന് പറയാമോ? ഇല്ല, ക്രോസ് കോഴികളും അവിടെ ഇരിക്കും, നല്ലപോലെ അവിടെ ഇരിക്കും. പക്ഷേ എന്താ വ്യത്യാസം വെച്ചാൽ ഈ നാടൻ കോഴികൾ പൊരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഇവരെ പൊരുത്ത് മാറില്ല. ഇവർ ആ ഇരുന്ന ഇരിപ്പ് തന്നെ ഇരുന്നാളിയോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ബാച്ച് മക്കളെ വിരിയിച്ച് നമ്മൾ പുറത്ത് വിട്ട് അപ്പം തന്നെ ഒരു കുറച്ച് എഗ് ബ്രേക്ക് എടുത്ത് വേഗം തന്നെ അടുത്ത ബാച്ച് മുട്ടകൾ ഇടുകയും വേഗം തന്നെ പൊരുതുകയും ചെയ്യും. അതാണ് ഒരു നല്ല നാടൻ കോഴിൻ്റെ ഏറ്റവും നല്ല ലക്ഷണം കേട്ടോ. പിന്നെ നേക്കഡ് നെക്ക്, കാപ്പിരി കോഴി, തൊപ്പിക്കോഴി, പിന്നെ ഇതൊക്കെ നാടൻ കോഴികൾ തന്നെയാണ്. പുള്ളിക്കോഴി ഇതൊക്കെ നാടൻ തന്നെയാണ്. പക്ഷേ നമ്മൾ കൈരളി കോഴി എന്ന് പറഞ്ഞൊരു ഇനമുണ്ട്. കൈരളി എന്ന് പറഞ്ഞൊരു ഇനമുണ്ട്. ആ ഇനം ഒരുവിധം എല്ലാ കോഴീൻ്റെയും കൂടി സങ്കര ഇനമാണ് കൈരളി കോഴി. ഈ കൈരളി കോഴിയിലും ഈ പറഞ്ഞ ഇനങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ നേക്കഡ് നെക്ക്, കാപ്പിരി, പിന്നെ കുറുകാലി, ഇതൊക്കെ പിന്നെ കൈരളി കോഴിയിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൈരളി കോഴിനെയും പെട്ടെന്ന് നാടൻ കോഴിനെയും കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ നല്ല പരിചയമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അല്ലാത്തവരിപ്പോൾ പിന്നെ കൈരളി കോഴിനൊക്കെ നാടൻ തനിനാടൻ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ വളർച്ചയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നാടൻ കോഴികൾ വളരെ സ്ലോ ആയിട്ടേ വളരുള്ളൂ. അതായത് പിന്നെ മറ്റു കോഴിനെ അപേക്ഷിച്ച് ആ കോഴി വളരുന്ന അത്ര സ്പീഡിൽ ഈ കോഴികൾ വളരൂല. പിന്നെ വെയിറ്റിലും വ്യത്യാസം ഉണ്ടാവും, തൂക്കത്തിലും വ്യത്യാസം ഉണ്ടാവും, ആക്ടിവിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. അതായത് പിന്നെ നാടൻ കോഴികൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഒരു പറന്ന് മരത്തിലൊക്കെ കയറി എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. മറ്റേ കോഴികൾക്ക് അത്ര എന്താ പറയുക, ഊർജ്ജസ്വലത ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നാടൻ കോഴികളുടെ കാലിൻ്റെ നിറം അത് ചാര നിറത്തിലുണ്ടാവും, കറുപ്പ് കലർന്ന നിറത്തിലുണ്ടാവും, മഞ്ഞ നിറത്തിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പിന്നെ കാലുകൾ നല്ല ബലമുള്ള കാലുകളായിരിക്കും നാടൻ കോഴീൻ്റെ കാലുകൾ ഉണ്ടാവുക. മറ്റു കോഴികളുടെ കാല് അത്രയ്ക്ക് അങ്ങോട്ട് കട്ടി ഉണ്ടാവില്ല. അത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും.
പിന്നെ നാടൻ കോഴീൻ്റെ പൂവന്മാരെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പൂവന്മാർ പിടകളെ ഭയങ്കര കെയറിങ് ആയിരിക്കും. എവിടെയെങ്കിലും തീറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ ചിക്കി ചകഞ്ഞ് വിളിക്കും. പിന്നെ ഇവർ മുട്ടയിടാനായിട്ടുണ്ടെങ്കിൽ മുട്ടയിടാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കും. കൂടെ തന്നെ നടക്കും. നല്ല രീതിക്ക് ഈ പിടകളെ കൊണ്ടടക്കും ഈ നാടൻ പൂവൻ. പിന്നെ നാടൻ കോഴികളെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് നല്ല ഇണക്കമായിരിക്കും. ദിവസവും നമ്മൾ തീറ്റ കൊടുത്ത് നമ്മളെ സൗണ്ട് അവർക്ക് പരിചയമായിരിക്കും, നമ്മളവർക്ക് പരിചയമായിരിക്കും. നമ്മളെ കണ്ടാൽ ഒരടുത്തേക്ക് ഓടി വരും. നല്ലൊരു ഇണക്കമുള്ള ടൈപ്പ് കോഴികളായിരിക്കും കേട്ടോ. നമ്മൾ ചെറുതിലേ വളർത്തിയതാണെങ്കിൽ പ്രത്യേകിച്ചും അത് വലിയ കോഴിയായി നമ്മളെ അടുത്തുനിന്ന് പോലും അത്രയും നല്ല ഇണക്കമായിരിക്കും ഇവർക്ക് ഉണ്ടാകുക. പിന്നെ ഇവർക്ക് കൂടുതൽ പ്രതിരോധ ശക്തി ഉണ്ടായിരിക്കും മറ്റു കോഴികളെ അപേക്ഷിച്ചിട്ട് കേട്ടോ. അസുഖങ്ങളങ്ങനെ പെട്ടെന്നൊന്നും പിടിപെടില്ല. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നാടൻ കോഴികളെ നാടൻ രീതിയിൽ തന്നെ വളർത്തുക നല്ല കേട്ടോ. വെറുതെ കൂട്ടിലിട്ട് വളർത്തുന്നത് നമ്മൾ മറ്റേ ടൈപ്പ് കോഴികളാണ്. ഈ ടൈപ്പ് കോഴികൾ ഇതേ രീതിക്ക് വളർന്നാൽ തന്നെ ഇവർക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റുള്ളൂ. ഇവർ ആ കറക്റ്റ് ടൈമിൽ മുട്ടയിടുകയും അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇവർ നമ്മൾ തുറസായിട്ട് എന്തായാലും തുറന്ന് വിടണം. തുറന്ന് വിടുക എന്ന് പറഞ്ഞാൽ ചുറ്റുവേലിയൊക്കെ കെട്ടിയിട്ട് വിടുക. നായക്കും കീരിക്കൊന്നും കിട്ടാത്ത രീതിയിൽ നമ്മൾ വേറെ എന്നും രാവിലെ വിട്ടിട്ട് വൈകുന്നേരം കൂട്ടുകയറ്റുന്ന രീതിക്ക് വളർത്തി കൊണ്ടുവന്നാൽ മതി കേട്ടോ. പിന്നെ നാടൻ കോഴിക്കുട്ടികളാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് നാടനാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവുക. അതായത് നമുക്ക് ഒരാഴ്ചയായ മറ്റേ വേറെ വല്ല ബ്രീഡിലെ കോഴിക്കുഞ്ഞും ഒരാഴ്ചയായ നാടൻ കോഴിക്കുഞ്ഞും തമ്മിൽ ഒരുമിച്ച് വെച്ച് നോക്കിയാൽ വലിപ്പ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അപ്പോൾ പിന്നെ ഡേ ഓൾഡ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റുമെന്നില്ല. പക്ഷേ ഒരു 2 ആഴ്ചയൊക്കെ ആയാൽ നമുക്ക് വേഗം മനസ്സിലാവും. പിന്നെ വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ കോഴിനെക്കാട്ടും സ്പീഡിലുള്ള വളർച്ചയായിരിക്കും മറ്റേ കോഴിക്കുട്ടികൾക്ക് ഉണ്ടാവുക. നാടൻ കോഴികൾ ഒരു സ്ലോയിലേ വളർന്ന് വലുതാവുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ നല്ല മഞ്ഞും തണുപ്പൊക്കെയാണ് രാവിലെ ഉള്ളത്. അപ്പോൾ രാവിലെ കോഴികളെ തുറന്ന് വിടാതെ നിൽക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വെയിലായതിൻ്റെ ശേഷം വിട്ടാൽ മതി. രാവിലെ നേരത്തെ വിടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് വൈകി വെയിലായതിൻ്റെ ശേഷം മാത്രം വിട്ടാൽ മതി കേട്ടോ. ഇവർക്ക് കഫക്കെട്ടും ജലദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാറി കിട്ടാൻ ഭയങ്കര പണിയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും കുറച്ചൊന്ന് ലേറ്റായിട്ട് വിട്ടാൽ മതി കേട്ടോ. ഞാനൊക്കെ നേരത്തെ വിടുന്ന ആളാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു നല്ല വെയിലായി ഒരു 8 മണിയൊക്കെ ആ സമയത്തെ ഇവരെ ഞാൻ തുറന്ന് വിടലുള്ളൂ കേട്ടോ. പിന്നെ നാടൻ കോഴികൾക്ക് വാക്സിൻ കൊടുക്കേണ്ടതുണ്ടോ, വാക്സിൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. വാക്സിൻ ഏത് കോഴിക്കായാലും എപ്പോഴായാലും കൊടുക്കുന്നത് നല്ലതാണ്. വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് നല്ലതേ ഉള്ളൂ. അതായത് അവർക്ക് കൂടുതൽ പ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ലസോട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ IBD എന്തായാലും കൊടുക്കണം. വെറുതെ ഒരു ലസോട്ട മാത്രം കൊടുത്തുകൊണ്ട് അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടണമെന്നില്ല. വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് എല്ലാ വാക്സിനും കൊടുക്കണം. പിന്നെ കറക്റ്റ് ടൈമിൽ വിരമരുന്നും കൊടുക്കണം. പിന്നെ R2B വാക്സിനും കൂടി അടിച്ചാൽ മതി കേട്ടോ. കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.